ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് മുൻ അംഗം A അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗത്തുള്ള ഇരുവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതേസമയം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. സ്വർണ്ണക്കവർച്ചയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലെ ദുരൂഹത, ഇതു സംബന്ധിച്ച ഫോൺ രേഖകൾ, ഇവരുടെ നേരിട്ടുള്ള ബന്ധം, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലെ 40 വർഷത്തെ വാറണ്ടി തുടങ്ങി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളുണ്ട്. 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 23-നാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. പ്രതികൾക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. നിലവിൽ PS പ്രശാന്തും അജികുമാറും റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടെ പ്രതികൾ സമർപ്പിച്ച ജാമ്യഹർജിയും കോടതി പരിഗണിച്ചു. ഇരുവാദങ്ങളും കേട്ട വിജിലൻസ് കോടതി ജാമ്യഹർജികളിൽ ഇന്ന് വിധി പറയും. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വ്യാജ കരാർ നിർമ്മിച്ചതിൽ പ്രതികൾ പങ്കാളികളാണെന്ന് പ്രോസിക്യൂഷൻ വാദമുണ്ട്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും റിമാൻഡിൽ കഴിയുന്ന തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം വാദം. ജനം, കൊല്ലം.